ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. ഇന്ന് ഞങ്ങളൊരു ലോങ് ട്രിപ്പ് പോകുവാണേ, അതും പാലക്കാടിന്. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 5:30 ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വെട്ടമൊക്കെ വീണപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. അപ്പം ഞാനും ചേട്ടൻ്റെ അമ്മയും ചേട്ടൻ്റെ 2 അനിയന്മാരും കൂടിയാണ് പോകുന്നത്. ചേട്ടൻ്റെ നേരെ ഇളയ അനിയൻ സുജിത്തിൻ്റെ വൈഫിൻ്റെ വീടാണ് പാലക്കാട്. അപ്പോൾ സുജിത്തിനൊക്കെ രണ്ടാമത്തെ വാവയുണ്ടായിരുന്നു, സുജിത്തിനും അർച്ചനയ്ക്കും. അപ്പോൾ വാവയുണ്ടായിട്ട് ഇപ്പോൾ 90 ദിവസമായി. അപ്പോൾ അന്നാണ് ഞങ്ങൾ നൂലുകെട്ട് ചടങ്ങ് വെക്കുന്നത്. അപ്പം അതിനു വേണ്ടി പോകുവാണേ. അപ്പോൾ പെൺകുഞ്ഞാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ കുടുംബത്തിൽ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പെൺകുഞ്ഞാവ ഉണ്ടാവുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇടയ്ക്ക് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. ചേട്ടനില്ല, ചേട്ടൻ ജോലി സ്ഥലത്തായതുകൊണ്ട് ചേട്ടന് വരാൻ പറ്റിയില്ല. അച്ഛനും വേറെ അസൗകര്യം കാരണം അച്ഛനും വരാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ വലിയൊരു ചടങ്ങൊന്നുമല്ല നടത്തുന്നത്, ചടങ്ങ് വെക്കുന്നു എന്ന് മാത്രമുള്ളേ. ഇപ്പം ഏകദേശം 3 മാസത്തോളമായി ഞങ്ങൾ അർച്ചനേനെയും കുഞ്ഞിനെയും രാഘുവിനെയും ഒക്കെ കണ്ടിട്ട്. ഡെലിവറി കട്ടപ്പനയായിരുന്നു. അതിനുശേഷമാണ് അവർ പാലക്കാട് പോയത്. അപ്പോൾ അന്ന് പോയതിന് ശേഷം ഞങ്ങൾ പിന്നെ ഇന്നാണ് കാണുന്നത്. സുജിത്ത് ഇടയ്ക്ക് പോയി വന്നുമൊക്കെ നിൽക്കും. ഞങ്ങൾ പോകുന്നത് ഇത്രയും ദിവസത്തിന് ശേഷമാണ്. ഇപ്പോൾ തൃശ്ശൂർ പാലിയേക്കര ടോൾ പാസയിൽ എത്തിയിട്ടുണ്ട്. എരുമിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് വീട് വരുന്നത്. പിന്നെ നമ്മുടെ കുടുംബത്തിൽ ഏകദേശം ഒരു 50 വർഷത്തിന് ശേഷമാണ് ഒരു പെൺകുഞ്ഞുണ്ടാവുന്നത്. അതായത് ചേട്ടൻ്റെ അച്ഛൻ്റെ ഫാമിലിയിൽ. ചേട്ടൻ്റെ അച്ഛൻ്റെ ഫാമിലി എന്ന് പറയുന്നത് 4 ബ്രദേഴ്സും 2 സിസ്റ്റേഴ്സുമാണ്. ഇവർക്കെല്ലാവർക്കും ആമക്കളാട്ടോ, ഒരു പെൺകുഞ്ഞു പോലും ഇല്ല. അപ്പോൾ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം, വേണമെങ്കിൽ അച്ഛൻ്റെ സിസ്റ്റർ ജനിച്ചതിന് ശേഷം ഒരു പെൺകുഞ്ഞുണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് അർച്ചനയ്ക്കും സുജിത്തിനും ഒരു പെൺവാവ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളും പ്രതീക്ഷിച്ചില്ല ആൺവാവയായിരിക്കും ഉണ്ടാവുന്നേ. ആൺപിള്ളേർ മാത്രമാട്ടോ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ആൺകുഞ്ഞായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നത്. അപ്രതീക്ഷിതമായിട്ടാണ് ഒരു ഗേൾ ബേബി നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ പേരങ്ങനെ ഫിക്സ് ചെയ്തില്ല. അപ്പോൾ പേരിടൽ ചടങ്ങ് അങ്ങനെ ഇല്ല. നമ്മൾ വീട്ടിൽ വിളിക്കുന്നത് കുഞ്ഞിനെ വൈശു എന്നാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വിളിക്കും. അല്ലാതെ വേറെ, അതായത് ഒറിജിനൽ നെയിം നമ്മൾ ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ ദേ നമ്മൾ കുതിരാൻ ടണലിലൊക്കെ എത്തിയിട്ടുണ്ട്. കുതിരാൻ ടണൽ പാസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ദേ ഞങ്ങളങ്ങനെ അർച്ചനയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വളരെ ഭംഗിയുള്ള ട്രഡീഷണൽ ലുക്കിലുള്ള ഒരു വീടാണ്. കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, നല്ല ട്രഡീഷണൽ ലുക്കിലുള്ളൊരു വീടാണ്. നല്ല അടിപൊളി ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ ആംബിയൻസ് ഉള്ള ഒരു സ്ഥലവും കൂടിയാട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ വീട്ടിലെത്തി. 11 മണിയൊക്കെ ആയപ്പോഴേക്കും എത്തി. 11:30 11:45 മുന്നേ ചടങ്ങ് നടക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിന് മുന്നേ തന്നെ വന്നു. അപ്പോൾ അതേ സുമേഷ് ഇവിടെ നിൽക്കുന്നുണ്ട്. വാവ അർച്ചന അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ ഒത്തിരി ആൾക്കാർ, അതായത് അവരും ഒത്തിരി ഫാമിലി മെമ്പേഴ്സിനെ ഒന്നും വിളിച്ചിട്ടൊന്നുമില്ല. അർച്ചനയൊക്കെ 5 സിസ്റ്റേഴ്സാണ്. അപ്പം മൂത്ത 2 ചേച്ചിമാർ മാത്രമേ ഉള്ളൂ, അവരുടെ ഫാമിലി ഉള്ളൂ. ഇതപ്പോൾ അർച്ചനയുടെ ചേച്ചിമാരുടെ മക്കളാണ്. രാഘു ഇവിടെ ഇരിക്കുന്നുണ്ട്. രാഘുവാണ് സുമേഷിനെ കണ്ടപാടി തന്നെ സുമേഷിൻ്റെ അടുത്തേക്ക് പോയതാട്ടോ. സുമേഷും രാഘുവാണ് ഏറ്റവും കൂടുതൽ കമ്പനി. കൊച്ചച്ഛനും മോനുമാണ് കമ്പനി. അപ്പോൾ അതേ നമ്മുടെ ചടങ്ങൊക്കെ നടക്കാറായി. അപ്പോൾ ആൻറ്റിയുടെ മടിയിൽ വെച്ചാണ് നൂല് കെട്ടുന്നത്. അപ്പോൾ ആൻറ്റിക്ക് തറയിൽ ഇരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ചെയറിട്ട് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ അതിനൊരു നെഗറ്റീവ് വിചാരിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ആൻറ്റിയുടെ മടിയിലേക്ക് കൊച്ചിന് വെച്ചു കൊടുത്തു. ഇനിയിപ്പം സുജിത്ത് നൂല് കെട്ടണം. അപ്പോൾ അർച്ചനയും കൂടെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. ആൻറ്റിക്ക് കൈക്ക് കുറച്ച് ബലക്കുറവുള്ളത് കൊണ്ട് കുഞ്ഞിനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കാൻ പറ്റത്തില്ല, ഒത്തിരി നേരം പിടിച്ചിരിക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് അർച്ചനയും കൂടെ ചേറിട്ട് അവിടെ ഇരുന്നു കേട്ടോ. അതെ, അപ്പോൾ നമ്മുടെ സുജിത്ത് നൂല് കെട്ട് ചരട് കെട്ടുവാണ്. അർച്ചനയുടെ 2 ചേച്ചിമാരാണ് ഇപ്പോൾ ഉള്ളത്. ദർശന ചേച്ചിയും ദൃശേച്ചിയാണ് ഉള്ളത്.
പിന്നെ ദൃശ്യേച്ചി കുഞ്ഞിന് കൺമശി എഴുതി കൊടുത്തു. അങ്ങനെ വേറെ പ്രത്യേകിച്ച് വലിയ ചടങ്ങുകളൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചടങ്ങുകളൊക്കെ തീർന്നു. ഞാൻ പോർട്രേറ്റ് രീതിയിലും നോർമൽ രീതിയിലും വീഡിയോ എടുത്തുകൊണ്ട് ആകെ ചെറുതായിട്ട് വീഡിയോ എടുത്തൊന്ന് കുളമായി പോയിട്ടുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ചടങ്ങുകൾ. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് സദ്യയൊക്കെ ഉണ്ടായിരുന്നു, പായസമൊക്കെ കൂട്ടി സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ തിരിച്ച് ഒത്തിരി നേരം അവിടെ നിന്നില്ല കേട്ടോ. നമുക്ക് തിരിച്ച് എത്തേണ്ടതായതുകൊണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുവാണേ. അപ്പോൾ തിരിച്ചു പോന്നപ്പോൾ സുജിത്ത് പോകുന്നില്ല, ഞാനും ആൻറ്റിയും സുമേഷും കൂടിയാണ് പോരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പൊക്കെ ഇട്ടാണ് വീഡിയോ ഇടുന്നത്, എന്നാലും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.